പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നല്ല കാര്യമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ മറയാക്കിക്കൊണ്ട് ചില ഇതുപോലെ അർജുൻ ആയങ്കിയെ പോലെയുള്ള കുറച്ച് ക്രിമിനൽസ്, അത് അർജുൻ ആയങ്കി എന്ന് പറയുന്നത് ഒരു ഇര മാത്രമാണ്, ഇതേപോലത്തെ വലിയ 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 ഇരയുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ, തോക്ക് ഉണ്ടാക്കാനും ബോംബുണ്ടാക്കാനും ബോംബെറിയുവാനും മനുഷ്യരെ കുത്തിക്കൊല്ലുവാനും വെട്ടിക്കൊല്ലുവാനും രക്തച്ചാലുകളുണ്ടാക്കി പാർട്ടിയെ വളർത്തുവാനും അതിന് ഇത്തരത്തിലുള്ള ഗുണ്ടകളെ പാർട്ടി പ്രവർത്തകർ വിനിയോഗിക്കരുത്, തീർച്ചയായിട്ടും വിനിയോഗിക്കരുത്. അത് ആരായിരുന്നാലും തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുക, അവരെ ഈ തുറങ്കൽ അവർക്ക് പരമാവധി ശിക്ഷ. ഈ പറയും പോലെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ 90 ദിവസം കഴിഞ്ഞിട്ട് അവർ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയോ കൊലപാതകങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, എത്രയോ പോലീസുകാരെ അവർ മർദ്ദിച്ചിട്ടുണ്ട്, എത്രയോ പോലീസുകാരുടെ കൈയും കാലും അവർ വെട്ടിയെടുത്തിട്ടുണ്ട്, എത്രയോ പോലീസുകാരുടെ കുടുംബം അവർ തകർത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കണം, ഇവിടെ കേരളത്തിൽ ജീവിക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് പോലീസ് തലങ്ങും വിലങ്ങും നിങ്ങളുടെ തീവ്രമായ പരിശീലനം ഈ ഗുണ്ടകൾക്കെതിരെ നിങ്ങൾ പ്രയോഗിക്കുക തന്നെ വേണം. എല്ലാവർക്കും നമസ്കാരം. രാവിലെ കേരളം കേട്ട ഒരു വാർത്തയാണ്, അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തു. അർജുൻ ആയങ്കി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഗുണ്ടാ പ്രവർത്തനങ്ങളും കൊലപാതകങ്ങളും അതുപോലെ തന്നെ അവരുടെ പാർട്ടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തിളച്ചു മറിഞ്ഞൊരു രാഷ്ട്രീയ നേതാവും ഒരു ഗുണ്ടയുമാണ് അർജുൻ ആയങ്കി. ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ജയരാജൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയുടെ ആരുമല്ല അർജുൻ ആയങ്കി എന്ന്. അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയുടെ ആരുമല്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അയാളുടെ പ്രൊഫൈലൊക്കെ പരിശോധിക്കുമ്പോൾ അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ മുദ്രാവാക്യം വിളിക്കാറുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വീടുപണി ചെയ്തവനെ എന്ന്. അതുപോലെ തന്നെയാണ് ഈ അർജുൻ ആയങ്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊള്ളയും കൊലപാതകവും അതുപോലെ തന്നെ അവരുടെ പാർട്ടി ഗ്രാമങ്ങൾ പിടിച്ചടക്കുവാനും RSS BJP പ്രവർത്തകരെ സംഘപരിവാർ പ്രവർത്തകരെയൊക്കെ ഉന്മൂലനം ചെയ്യാനൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളും ഭയാനകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്നൊക്കെ പോലീസുകാരുടെ ഈ 10 വർഷം അവരെയൊക്കെ പോലീസുകാരൊന്ന് തൊടാനോ ഒന്ന് അറസ്റ്റ് ചെയ്യാനോ മടിച്ചിരുന്ന കാലഘട്ടത്തിലൂടെയാണ് പോയിരുന്നത്. ഈ അർജുൻ ആയങ്കി ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നു, നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ആൾക്കാരെ ചെയ്യാനും ഞാനും എൻ്റെ കൂട്ടാളികളും വീടും കുടുംബവും മറന്ന് എന്നെ തന്നെ മറന്ന് ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ടെന്ന്. ഇന്ന് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്കതിൽ 1-2 കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമായി. കാരണം ഒന്ന്, ഗുണ്ടകൾ തലപൊക്കി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗുണ്ടകൾ 10 വർഷങ്ങൾക്ക് മുന്നേ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കേരള സംസ്ഥാനത്തിൻ്റെ വലിയ ഉദ്യോഗസ്ഥരായിരിക്കെ തന്നെ ഈ ഗുണ്ടകൾ വലിയ രീതിയിൽ നടനമാടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത്, പോലീസിനെ മറയാക്കിക്കൊണ്ട് ഗുണ്ടകളെ വളർത്തിയെടുത്തുകൊണ്ടിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് ഒരിക്കൽ കൂടി ആ പോലീസിൻ്റെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമായിരുന്നു. അതിൽ ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്ക്, കമ്മ്യൂണിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഗുണ്ടകൾ കേക്ക് കൂട്ടർ കൂടി ഇങ്ങനെ നിന്ന് കേക്കിനെ വാളുകൊണ്ട് ഇങ്ങനെ അറുത്തെടുത്ത് റോഡ് മധ്യത്തിലൊക്കെ നിന്നുകൊണ്ട് വളരെ DJ ശബ്ദം ഉണ്ടാക്കി വലിയ വാഹനങ്ങൾ കൊണ്ടിട്ട് കേക്ക് കഴിക്കുമെന്ന്. അത് അങ്ങനെയുള്ളവരെ ഇനി അറസ്റ്റ് ചെയ്യുന്നു. നല്ല കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ ആയങ്കിയെ പോലത്തെ ഗുണ്ടകളെ ഇനി വച്ച് പൊറുപ്പിക്കില്ല. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ഇത് ഒരു രാഷ്ട്രീയ പിന്തുണ ഈ അർജുൻ ആയങ്കിക്ക് ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അങ്ങനെ ഒരു രാഷ്ട്രീയ
രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഇന്നലെ ആരൊക്കെ പറഞ്ഞു. ഗോവിന്ദൻ മാഷ് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയുടെ ആരുമല്ല ഈ അർജുൻ ആയങ്കി. ജയരാജൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയുടെ ആരുമല്ല. അപ്പോൾ ഇത്തരത്തിലായിരിക്കും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് പാർട്ടിപരമായിട്ടൊരു ബന്ധം, അദ്ദേഹത്തിന് ഏതെങ്കിലും പാർട്ടിപരമായിട്ട് സംരക്ഷണം നൽകുന്നു എന്ന് ഒരു ബന്ധവുമില്ലാന്ന്. അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഒരുപാട് രാഷ്ട്രീയത്തിനെ മറയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ കൊല്ലാനും കൊലപ്പെടുത്തുവാനും പിന്നെ ഈ ഒക്കെ ഭയാനകമായിട്ടൊരു ഗുണ്ടാ ശൃംഖല പാർട്ടിക്കാരുടെ കൈകളിലും ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് രാവിലെ അർജുൻ ആയങ്കിയെ പോലീസ് ഓട്ടിച്ചിട്ട് പിടിച്ചു. പിന്നെ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ പറയും പോലെ ഇത്തരത്തിലുള്ള ഗുണ്ടകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ തൂഫാൻ എന്ന് പറയുന്ന മറ്റേ ഈ ലഹരിയെ പിടിക്കുന്നത് പോലെ, അതായത് ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നവരെയും മുറുക്കാൻ ജപിക്കുന്നവരെയും അത്തരത്തിലുള്ള ലഹരിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നവരെ ഓട്ടിച്ചിട്ട് പിടിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ലഹരി വിമുക്തമായിട്ടുള്ള കേരളം ഉണ്ടാവണം. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഗുണ്ടായുസം കാണിക്കുന്ന റീല് പരമായിട്ട് വാളെടുത്ത് വെട്ടുന്നത് പോലെയും അതുപോലെ തന്നെ പിന്നെ മുഴുവൻ ഗുണ്ടകളെയും ഇട്ടിട്ടൊക്കെയുള്ള കുറേ റീലുകൾ ഇറക്കുന്നത്, അതായത് മുളയിലെ നുള്ളണം അവരെ. കൃത്യമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ അർജുൻ ആയങ്കിയെ പോലെയുള്ള ആയിരക്കണക്കിന് ഗുണ്ടകൾ ഇനിയും വെളിയിലുണ്ട്. അവരെയൊക്കെ പിടിക്കണം. വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് ഞാൻ മറന്നുപോയത്, ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളം എന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ ബുൾഡോസർ ഇട്ട് ഗുണ്ടകളുടെ വീട് ഇടിച്ച് നിരത്താൻ വേണ്ടിയിട്ട് കേരളം ശ്രമിക്കരുത്, കേരളം നോക്കരുത്. അത് കേരളം ഉത്തരേന്ത്യ അല്ല കേരളം എന്നൊരു താക്കീത് വേറൊരു ഗുണ്ട നൽകിയത്. പേരെനിക്ക് വ്യക്തമല്ല, അറിയാമെന്നുള്ളവരൊന്ന് മെൻഷൻ ചെയ്യണേ, കമൻ്റ് ഇടണം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഉത്തരേന്ത്യ അല്ല കേരളം. അപ്പോൾ കേരളത്തിൽ അവർ തരുന്ന ഒരു പിന്നെ മെസ്സേജ് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു ഗുണ്ടായുസം കാണിച്ചാൽ ഒരാളെ കൊന്നാൽ അല്ലെങ്കിൽ ഒരു പിന്നെ ക്രിമിനൽ സ്വഭാവത്തിൽ എന്തെങ്കിലും നടന്നാൽ അവൻ്റെ വീടിനെ ഇടിച്ച് നിരത്തി അവനെ ഉന്മൂലനം ചെയ്യും, അവനെ ഇല്ലാതാക്കും. അത്തരത്തിലൊരു ഗുണ്ട വേണ്ടാന്നേ ഒരു സംസ്ഥാനത്തിൽ. അതുപോലെ കേരളത്തിൽ നടക്കില്ല എന്നൊരു മെസ്സേജാണ് തന്നത്. കാരണം അങ്ങനെ ഒരു ബുൾഡോസർ തോക്കുകൊണ്ട് അർജുൻ ആയങ്കിയെ വെടിവെച്ച് വീഴ്ത്താൻ പോലീസ് പറഞ്ഞതുപോലെ അതൊന്നും നടക്കില്ല എന്നൊരു മെസ്സേജാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയുന്നു, അർജുൻ ആയങ്കിയെ പോലത്തെ ഒരു CPM ക്രിമിനലായിട്ട് കുറേ കാലം ഗുണ്ടായുസം നടത്തി പാവപ്പെട്ട സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കൊന്നുകൊണ്ടിരുന്ന ഒരുത്തനെ പോലീസ് തൂക്കിയതിൽ ആദ്യമേ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഗുണ്ടകൾ അർജുൻ ആയങ്കിയെ പോലുള്ള അർജുൻ ആയങ്കിയുടെ ശൃംഖലകൾ അത് ഈ തിരുവനന്തപുരത്തും ഉണ്ട്, ഈ പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഉണ്ട്. എല്ലാവരെയും ഉന്മൂലനം ചെയ്യണം, അറസ്റ്റ് ചെയ്യണം. ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ അവിടെ ജാതി മത ഭേദമന്യേ പല രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനവിഭാഗത്തിനും സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സംവിധാനം കേരളത്തിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രോത്സാഹിപ്പിക്കരുത്, അവർക്ക് വേണ്ടിയിട്ട് വാദിക്കരുത്, അവർക്ക് വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനാണ് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള ഗുണ്ടായുസം കാണിക്കാനും കൊല ചെയ്യുവാനും സ്വർണം കടത്തുവാനും പിന്നെ എന്താ പറയുന്നത് ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള ബോംബുണ്ടാക്കാനും ബോംബെറിയുവാനും തോക്കുണ്ടാക്കാനും വാളുണ്ടാക്കാനും വാളെറിയാനും അങ്ങനെയുള്ള ഒരു വലിയ ശൃംഖലയെ വളർത്തിയെടുക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട്